കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ ശ്രീരാമൻ്റെ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം വിവാഹമൊക്കെ കഴിഞ്ഞു വന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ആ സ്വഭാവ സവിശേഷതകളും ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മകളും, അതായത് ഈ ശ്രീരാമൻ്റെ സ്വാമി വലിയ ധർമ്മനിഷ്ഠനും ധർമ്മസമ്പ്രദായക്കാരനും ധർമ്മത്തിൻ്റെ സ്വരൂപവും ഒക്കെ ആയിട്ട് മാറാൻ ഒരു കാരണം ഈ ഒരു ശീല ഗുണങ്ങളാണ്. കുട്ടിക്കാലത്തെ അസ്ത്രയോഗ്യാന്തരേഷു ഇടനേരങ്ങളിലൊക്കെ ചെന്ന് സേവിച്ചതറിയണം. അറിവും വിവരവും ബോധവും പല കാര്യങ്ങളിൽ പരിചയമുള്ളവരുടെ കൂടെ ഇടപഴകി എന്ത് ചെയ്തു? നല്ലൊരു സമ്പ്രദായവും സംസ്കാരം കുട്ടിക്കാലത്തെ ആര് രൂപപ്പെടുത്തി വെച്ചു. അത് സൂചിപ്പിക്കാനും കൂടിയാണ് അപ്പം വാൽമീകി ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ബുദ്ധിമാൻ, നല്ല ബുദ്ധിയും വിവരമുള്ള ആളായിരുന്നു. മാത്രമല്ല മധുര ഭാഷി, നല്ല ഭാഷയെ പറയുള്ളൂ. വേറൊരു പ്രത്യേകത പറയും പൂർവ്വഭാഷി, അതാണ് പ്രത്യേകം. മറ്റതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. മധുര ഭാഷയവൻ നല്ല വർത്തമാനം പറയുക അല്ലേ, ബുദ്ധിമാൻച്ച ബുദ്ധിയില്ലേ ആള്. പക്ഷെ വേറെ എന്ന് പറഞ്ഞത് പൂർവ്വഭാഷി. എന്ത് പൂർവ്വഭാഷി എന്ന് പറഞ്ഞാൽ? പൂർവ്വഭാഷി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത സാധനമാണ്. ഇപ്പം രണ്ടാൾ കൂടി കണ്ടുമുട്ടിക്കോളൂ. അങ്ങടും ഇങ്ങടും കണ്ടുമുട്ടിയാൽ നമ്മൾ എന്ത് നിരീക്കും? അവ മിണ്ടട്ടെ, ഇത് മറ്റവനും വിചാരിക്കും. ആര്? നമ്മനാദ്യം മിണ്ടട്ടെ എന്ന് നമ്മൾ വിചാരിച്ച മാതിരി മറ്റേയാൾ എന്ത് വിചാരിക്കും? നമ്മൾ ആദ്യം മിണ്ടട്ടെ. നമ്മൾ മിണ്ടുവോ? അപ്പോൾ ഇത് രണ്ടും കൂടി എന്താവും? രണ്ടാളും മിണ്ടില്ല, അലോഹ്യായി. കണ്ടില്ലേ? അപ്പം എന്തേ വേണ്ടു? രണ്ടാൾക്ക് മിണ്ടുന്നതിന് വിരോധവും അലോഹ്യം ഇല്ലെങ്കിലും നമ്മൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അലോഹ്യമൊക്കെ ഉള്ള കൂട്ടരില്ലേ, അവർക്ക് എന്താണാവോ അലോഹ്യം? ഒരലോഹ്യം ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ അത്? അപ്പം ആ കണ്ടാൽ മിണ്ടാത്തവരും അങ്ങനെയുണ്ടല്ലോ, അത്രയ്ക്ക് അങ്ങോട്ട് ശത്രുതയൊക്കെ ആയിട്ട് നടക്കണവരും ചിലപ്പോൾ അത് അങ്ങനെയൊക്കെ ചിലപ്പോൾ കണ്ടാൽ ഒരു ദിവസം വന്ന കസര അടുത്തിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം ആ ജാതി കഥകളിയൊക്കെ അഭ്യസിച്ചു. പിറ്റേന്ന് പിന്നെ നമ്മളിങ്ങനെ അറിയാണ്ടെന്ന് മുട്ടുകാൽ നിവർത്തിയപ്പോൾ ആരുടെ ദേഹത്ത് കുത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ശണ്ഠയാവുന്ന. അപ്പോൾ നമ്മളിങ്ങനെ പറയാം ഇല്ല കുഴപ്പമില്ല നമ്മൾ മിണ്ടി. അപ്പോൾ നമ്മൾ ചോദിച്ചു കുഴപ്പം? അയ്യോ ഇല്ല വേണേ ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് കുഴപ്പം ഇല്ല. അപ്പോൾ അങ്ങനെ മിണ്ടിയും പറഞ്ഞു പിന്നെ എന്നാൽ വന്നോളൂ ഊണഴിക്കുക. രണ്ടാളും കൂടിയിരുന്ന് ഉണ്ട്. ലോകം അവസാനിച്ചാലും എന്തൊന്നും ഉണ്ടാവുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായിരുന്നു വാസ്തവത്തിൽ അവർ തമ്മിൽ അലോഹ്യം? ഒരലോഹ്യം ഇല്ല കേട്ടോ. അപ്പം ആരാരാദ്യം എന്നുള്ള കേട്ടോ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായി. അപ്പം ആരെങ്കിലും അലോഹ്യപ്പെടണോ ചോദിച്ചാൽ നമ്മളെന്ത് കണക്കാക്കരുത്. നമ്മളങ്ങോട്ട് ആചാരി മട്ടൊന്നും വെക്കാതെ ഏതൊരു മട്ടാണോ നന്മയുടെ സമ്പ്രദായം, അലോഹ്യം ഇല്ലാത്തൊരു സമ്പ്രദായം എന്താണെന്ന് കൂട്ടിയിട്ട് മിണ്ടി നോക്കൂ. ലോകത്തിലൊരു പ്രശ്നവും ഉണ്ടാവില്ല, ആരോടൊരു വിരോധവും ഉണ്ടാവില്ല. നമ്മൾക്ക് വിരോധികളുടെ എണ്ണം കുറഞ്ഞും കിട്ടും. പ്രഷറിൻ്റെ ഗുളിക കുറച്ച് കഴിച്ചാൽ മതിയാവും. ഇല്ലച്ചതൊക്കെ അങ്ങനെ വാരിക്കെട്ടി കൊണ്ട് നടന്ന് നമുക്ക് എന്ത് കൂടും? സമ്മർദ്ദം കൂടിയിട്ട് മരുന്ന് കഴിക്കുക, വയ്യാണ്ടാവുക, ഇതൊക്കെ ഉണ്ട്. മരുന്നുകൾ കുറയ്ക്കാനുള്ള നല്ല വിദ്യയാണ് എന്ത്? ഇതൊക്കെയാണ് നല്ല വിദ്യ, നല്ല സൗകര്യം. അപ്പം ഇവിടെ ഏതാണ് പൂർവ്വഭാഷി എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ഇടപെടുമ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത് നമ്മൾ ആദ്യം, ഇപ്പം നമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്ന് നമ്മൾ ആദ്യം എവിടുന്ന് എന്താ സുഖം അല്ലേ, നമ്മൾ അങ്ങോട്ട് മിണ്ടിയും പറഞ്ഞും ചോദിക്കുക. അപ്പോൾ ആ വരുന്ന ആൾക്കൊരു എന്ത് തോന്നും? നമ്മളോടൊരു സ്നേഹവും തോന്നും, ഒരു ബഹുമാനം തോന്നും, ഒരു ഇഷ്ടം തോന്നും, ഒരു അടുപ്പം തോന്നും. അദ്ദേഹം ഞാൻ ചെന്നപ്പോഴേക്ക് തന്നെ എന്നെ കണ്ടപ്പോഴേക്ക് എന്താണ് എന്ത് തോന്നില്ലേ? നമ്മൾ മിണ്ടിയില്ലേ അദ്ദേഹത്തെ കണ്ടപ്പോൾ? ആ കരി പിടിച്ച ചെപ്പോടം പോലെയാണ് മുഖം ചാലോ, ഒരു സുഖം ഉണ്ടാവില്ല. ഇപ്പം രാമൻ അങ്ങനത്തെ ആളായിരുന്നില്ല, തുറന്ന് പെരുമാറുന്ന ആളായിരുന്നു. ആര് വന്നാലും അദ്ദേഹത്തോട് ആദ്യം രാജകുമാരനാണെന്നുള്ള നാട്യൊന്നും നടിക്കാതെ അങ്ങോട്ട് കടന്നിറങ്ങി പെരുമാറുന്നൊരു ശീലമുണ്ട്. ഇതൊക്കെ കുട്ടികളെയൊക്കെ കുട്ടിക്കാലത്തെ നമ്മൾ ശീലിപ്പിച്ച് വെച്ചു വെച്ചാൽ ആ കുട്ടികളൊന്നും ഒരു കാലത്ത് നരകിക്കില്ല. അവർക്കൊന്നും ശത്രുക്കളെ കൊണ്ട് ബാധയും ഉണ്ടാവില്ല. ഈ മൂടി കെട്ടി കിടക്കുമ്പോൾ ആ കഷ്ടേ. ഈ ഒഴുകണ വെള്ളത്തിൽ എന്തുണ്ടാവില്ല? ഉണ്ടാവുമോ? ഇല്ല. അതിങ്ങനെ ഒഴുകുകയാണേ. ഈ കെട്ടിക്കിടക്കണ വെള്ളത്തിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു പതയും നൊരയും ഒരു ജാതി അന്തല്യായും ഒക്കെ ഉണ്ടാവും. ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒഴുകട്ടെ, നന്മകളൊക്കെ ഇങ്ങനെ ഒഴുകട്ടെ, നല്ല വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ വന്നു പോകട്ടെ അല്ലേ, നല്ല ഭാവങ്ങൾ വരട്ടെ, അതങ്ങനെ വരട്ടെ പോട്ടെ. അപ്പോൾ ഒരു ഒഴുക്ക്, പ്രപഞ്ചം തന്നെ ഒരു നന്മയുടെ ഒഴുക്കായിട്ട് തീരട്ടെ. ആ ഭാവം പരിപാലിച്ച് പോകുന്നൊരു ഉണ്ണിയായിരുന്നു ആര്?
ബാല്യകാലത്തെ അദ്ദേഹത്തിൻ്റെ കഥ ആ സമ്പ്രദായത്തിൽ. അങ്ങനെ കാലം പിന്നെയും കഴിഞ്ഞു, മുമ്പിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വിവാഹമൊക്കെ കഴിച്ച് കുറേ കാലം കൂടി കഴിച്ചു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത്, കാലം ഇങ്ങനെ മുമ്പിലേക്ക് പോണ കാലത്താണ് ഈ ഉണ്ണി പഠിച്ചു അസ്ത്രശസ്ത്രാദി വിദ്യകളിലും പലജാതി വിദ്യകളിലും സമർത്ഥനായിട്ടില്ലേ സാമർഥ്യം കാണിച്ചിരിക്കുന്ന കാലത്താണ് ഈ ആളുകളുടെയൊക്കെ ഇടയിൽ വലിയ ഒരു മതിപ്പ് ആർക്കുണ്ടായി? ഈ ഉണ്ണിയെക്കുറിച്ച്, രാജകുമാരനെ കുറിച്ച് ആളുകൾക്കൊക്കെ വലിയൊരു മതിപ്പുണ്ടായി. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ഇപ്പം ആരെയാണ് വലിയ ഇഷ്ടം? രാമനെ വലിയ ഇഷ്ടമായി. നല്ല പെരുമാറ്റം, നല്ല സമ്പ്രദായം, നല്ല സ്വഭാവം, നല്ല വ്യവഹാരം, ചീത്തത്തായിട്ടൊന്നും പറയാനില്ല, നന്മകളൊക്കെ കുറെ പറയാനുണ്ട്. ആളുകളോടൊക്കെ വലിയ കാര്യം. അങ്ങനെ ആളുകളൊക്കെ എപ്പോഴും എന്ത് ചെയ്യും? ഈ ഉണ്ണി ഈ ഉണ്ണി ഉണ്ണി എന്നൊരു നാമധേയേ പിള്ളേർക്കും എല്ലാവർക്കും ഉള്ളൂ. മാത്രമല്ല സമ്മത ത്രിഷു ലോകേഷു വസുധായ ക്ഷമാഗുണൈ ബുദ്ധ്യാ ബൃഹസ്പതേ തുല്യോ വീര്യേണാപി ശചീപതേ. അങ്ങനെയുണ്ട് ഇത്. സമ്മത ത്രിഷു ലോകേഷു, 3 ലോകത്തിലും സമ്മതൻ. സമ്മതൻ എല്ലാവർക്കും. രാമന്റെ പേര് കേട്ടാൽ പറയാം രാമനാണെന്ന് കുഴപ്പമില്ല, മറ്റേ വേണ്ട വേണ്ട വേണ്ട. എന്താ കാരണം? അപ്പൊ സമ്മതനാണേ, സർവസമ്മതനായിട്ട് തീർന്നു അദ്ദേഹം. ബുദ്ധി കൊണ്ട് നോക്കുമ്പോഴും ബൃഹസ്പതിയുടെ മാതിരി നല്ല ബുദ്ധിയുണ്ട്, നല്ല വിവരമുണ്ട്, നല്ല പ്രാപ്തിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ മകൻ സർവഗുണസമ്പന്നനായിട്ട് വളരണത് കണ്ടപ്പം അച്ഛനും സന്തോഷമായി. അച്ഛൻ എന്ത് ചെയ്തു? ഇങ്ങനെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? തമേവം ഗുണസമ്പന്നം അപ്രധൃഷ്യം, അതല്ലേ ഉണ്ടായത്? അപ്രധൃഷ്യ പരാക്രമം ലോകപാലോപമം നാഥം അകാമയത മേദിനി. ആ കാലത്ത് ആളുകൾ എന്ത് വിചാരിച്ചു? ഈ ലോകപാലസമനായ ഈ കുമാരൻ, ധർമ്മനിഷ്ഠനായ ഈ കുമാരൻ ലോകനാഥനായിട്ട് വരണം എന്ന് ആളുകൾ കുറേശ്ശെ ഇങ്ങനെ മോഹിക്കാൻ തുടങ്ങി. അങ്ങനെ മോഹിച്ചിരിക്കുന്ന സമയത്താണ് രാജാവാണെങ്കിൽ കുറച്ച് പ്രായമായി. കൊല്ലം 10-13 കൊല്ലം കഴിഞ്ഞു. എന്ത് കഴിഞ്ഞിട്ട്? കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ 10-12 കൊല്ലം കഴിഞ്ഞു. 13ാമത്തെ കൊല്ലാണ്. രാമന് 10 വയസ്സുണ്ടാവും. അത്രേ. ആ കണക്കൊക്കെ കുറേശ്ശെ കയ്യിലുണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു കണക്കില്ലേണ്ടി ആവും. അതാണ് ഒരു രൂപ കിട്ടിയില്ലേ. 10-12 വയസ്സുള്ള കാലത്താണ് വെളിയിച്ച് പോകുന്നു എന്നുള്ള കഥ പറഞ്ഞത്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടി ഒരു 10-12 കൊല്ലം കഴിച്ചു കൂട്ടി 13ാമത്തെ കൊല്ലം ആയ കാലത്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അച്ഛൻ അധരാജ്ഞാ ബഭൂവൈവ വൃദ്ധസ്യ ചിരജീവിന പ്രീതിരേഷാ കഥം രാമൗ രാജാസ്യൻ മയി ജീവതി. ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. ദശരഥനെ, ഞാൻ ജീവിച്ചിരിക്കണ കാലത്ത് ഈ കുട്ടി അക്കസേരമ്പിലിരുന്ന് വാഴണത് കാണാൻ എനിക്ക് യോഗം ഉണ്ടാവുമോ? ആര് വിചാരിച്ചു? അച്ഛൻ്റെ മോഹാണേ. താൻ ജീവിച്ചിരിക്കെ കുമാരൻ ആ കൊട്ടാരത്തിലെ കസേരമ്പിൽ രാജാവായിട്ട് ഇരുന്ന് വാഴണത് കണ്ട മരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവുമോ എനിക്ക്? അങ്ങനെയൊക്കെ ഉണ്ടായിച്ചാൽ എന്തോ ഒരു സന്തോഷമാവുമില്ലേ എന്നിങ്ങനെ ചിന്തിച്ചു. രാജാവ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് തൻ്റെ പുത്രൻ ഏതാണ്ട് 25 വയസ്സായില്ലേ. നല്ല പ്രായമാണ്. എന്താ കാരണം? കുട്ടിത്തം വിട്ടു, എന്നാലോ വയസ്സായിട്ടും ഇല്ല, നല്ല പ്രായമാണ്, ബുദ്ധി തെളിഞ്ഞിട്ടിരിക്കണു. ആ ബുദ്ധിയും പ്രാപ്തിയും കഥയും വിവരമൊക്കെ നല്ലോണം പ്രകാശിക്കണ കാലമാണല്ലോ. അപ്പം രാജാവ് ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ട് അങ്ങനെ ആലോചിച്ചു. നല്ലോണം ആലോചിച്ചു. രാജാവ് എടുത്തുചാട്ടൊന്നും ചെയ്തില്ല. ആലോചിച്ച് ചിന്തിച്ച് അദ്ദേഹം ഒരു ദിവസം എന്താ ചെയ്തു വെച്ചാൽ തം സമീക്ഷ്യ മഹാരാജോ യുക്തം സമുദിതൈ ശുഭൈ നിശ്ചിത്യ സജീവൈ സാർദ്ധം യുവരാജ്യം അമന്യത. അങ്ങനെ ഒരു ദിവസം രാജാവ് മന്ത്രിമാരെ 8 ആളെയും വിളിച്ചു. എത്ര പേരുണ്ട് മന്ത്രിമാര്? ജയന്തൻ അല്ലേ പറഞ്ഞു തുടങ്ങിയിട്ട് 8 പേരുടെ കേട്ടില്ലേ? വിജയൻ, സിദ്ധാർത്ഥൻ, അർത്ഥസാധകൻ എന്നൊക്കെ പറഞ്ഞ് സുമന്ത്രരെ എന്ന് പറഞ്ഞ് 8 മന്ത്രിമാരുണ്ട്. 8 മന്ത്രിമാരെയൊക്കെ വിളിച്ചിരുത്തിയ ഒരു ദിവസം രാജാവ് എന്ത് ചെയ്തു? മന്ത്രിമാരോട് ഇങ്ങനെ ആലോചിച്ചു. എന്താ അത്? എല്ലാവരെയും കൂട്ടിയിരുത്തിയിട്ട് അദ്ദേഹം ചിന്തിച്ചത്, മകൻ ഇങ്ങനെ യോഗ്യനായിട്ട് ഇപ്പം ചെറുപ്പക്കാരനായിട്ട് നല്ല പ്രാപ്തിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചോദിച്ചു, എന്താണെന്നറിയോ ഈ മന്ത്രിമാരെ, അന്തരീക്ഷത്തിലൊക്കെ ഒരു നല്ലൊരു കൂട്ടം അല്ല കാണണത്. ദുശകുനങ്ങളൊക്കെ എങ്ങനെ ഓരോന്ന് കാണണു. ദുശകുനങ്ങൾ വെച്ചാൽ എന്താ അർത്ഥം? രാജ്യത്തെ ചില അന്തല്യായൊക്കെ എങ്ങനെ കാണുകയാണേ. എനിക്കച്ച പ്രായമായി. ആര് പറഞ്ഞു? രാജാവ് പറയണേ. നോക്കൂ, നിങ്ങൾ കണ്ടില്ലേ മന്ത്രിമാരെ? നോക്കൂ, സാർത്ഥം എനിക്കാണെങ്കിൽ പ്രായവും കുറേശ്ശെ ആയി. ശരീരേ ആത്മനോജരാം. കണ്ടില്ലേ നിങ്ങൾ മുടിയൊക്കെ നരച്ചത്? ആരുടെ? ആത്മനോജരാം. എനിക്ക് പ്രായമായത് നിങ്ങൾ കാണണില്ലേ? ദേഹമൊക്കെ അങ്ങനെ ചുളിങ്ങിയിരിക്കണോ, മുടിയൊക്കെ നരച്ചിരിക്കണോ? അപ്പം അതിൻ്റെയൊക്കെ ഒരു കഥ കണ്ടില്ലേ? അപ്പം പ്രായമാവും ഇങ്ങനെ കുറേശ്ശെ. അപ്പം അതുകൊണ്ട് അന്തരീക്ഷത്തിൽ കാണുന്ന ഈ സമ്പ്രദായങ്ങൾ നല്ലതല്ലേ? ഇനി രാജാവിൻ്റെ നാശത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഈ നിമിത്തങ്ങളായിട്ട് കാണുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തൊരു മോഹം നിശ്ചുണ്ടോ? യോക്കുതു കാമസധർമ്മ ഭക്തിയാ ത്വരിതവാൻ നിർപ്പ. അപ്പം അതുകൊണ്ട് ഈ മകനെ രാജാവായിട്ട് കണ്ടിട്ട്, എന്നാൽ പിന്നെ മരിച്ചാലും
ആ വിഷമല്ലല്ലോ എന്ന് രാജാവ് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ മന്ത്രിമാരെ ഒക്കെ അറിയിച്ചു. മന്ത്രിമാർ പറഞ്ഞു, അതിന് എന്താ രാജാവ്, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്, അതിലെന്താ പത്ര സംശയം, അവല്ലോ സംശയമില്ല അല്ലേ, അങ്ങനെ ആയിക്കോട്ടെ അല്ലേ ചോദിച്ചു. അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. മന്ത്രിമാരായിട്ട് ചർച്ച ചെയ്തു. രാജാവിന് രൂപം കിട്ടി. മന്ത്രിസഭയിൽ രൂപം കിട്ടിയപ്പോൾ രാജാവ് എന്താ ചെയ്തു, എല്ലാ ദിക്കിലേക്കും നാനാനഗര വസ്തവ്യാൻ പൃഥജ്ഞാനപദാനപി സമാനിനായ മേദിന്യ പ്രധാനാൻ പൃഥിവീപദീൻ. അതായത് ഓരോരോ ജനപദങ്ങളിലുള്ള ഇരിക്കണ സാമന്തന്മാരെ എന്ന് കേട്ടിട്ട്, അപ്പോൾ വലിയ ചക്രവർത്തി രാജാവിൻ്റെ കീഴിലിരിക്കണേ ഓരോരോ പ്രവിശ്യകളിലും ദേശങ്ങളിലിരിക്കുന്ന രാജാക്കന്മാരുണ്ടാവും. ആ രാജാക്കന്മാരെയാണ് എന്ത് പറയുക, സാമന്തന്മാരെന്ന് പറയും. സാമന്തന്മാരുടെ എല്ലാവരുടെയും നാഥനായിട്ട് ആരുണ്ടാവും, ചക്രവർത്തി മഹാരാജാവും ഉണ്ടാവും. ഇപ്പം ദശരഥനാണ് ഇവിടെ ചക്രവർത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ സാമന്തന്മാർ അനവധി പേരുണ്ട്. അപ്പം അവരെയൊക്കെ വിളിച്ചറിയിച്ചു. എന്താ വെച്ചാൽ അവരുടെയൊക്കെ അഭിപ്രായം കേൾക്കണേ. ഓരോ ദിക്കിന്നും വരുന്ന MLA മാരെ MP മാരൊക്കെ വന്നാൽ അവരുടെയൊക്കെ യോജിപ്പിലല്ലേ നമ്മുടെ ബില്ല് പാസ്സാവുള്ളൂ. അവരുടെയൊക്കെ ഒരു സമ്മതം വേണമല്ലോ അതിന്. അപ്പം എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് നല്ലോണം എന്ത് ചെയ്തു, ചിന്തിച്ചാലോചിച്ചു. അപ്പം അവരൊക്കെ പറഞ്ഞു, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ അവരും പറഞ്ഞു. അപ്പം രാജാവ് എന്ത് ചെയ്തു, ഈ വർത്തമാനം രാമനെ രാജാവായിട്ട് വാഴിക്കണം എന്നുള്ള തൻ്റെ വർത്തമാനം, ഉള്ളിലുള്ള വർത്തമാനം മന്ത്രിമാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചപ്പം അദ്ദേഹം എല്ലാ ദിക്കിലേക്കും അറിയിക്കുകയും ചെയ്തു. എല്ലാ ദിക്കിലേക്കും അറിയിച്ചു എന്ന് മാത്രമല്ല, ഒരു ദിവസം അദ്ദേഹം പിന്നെ സഭയിൽ വന്നു. രാജാവിൻ്റെ സഭ എന്ന് പറഞ്ഞ മന്ത്രിമാർ മാത്രമല്ല ഉണ്ടാവുക, അവിടെ ആരൊക്കെ ഉണ്ടാവും മനസ്സിലാവില്ലേ? സഭ കണ്ടില്ലേ, രാജാവിൻ്റെ കൊട്ടാരത്തിലെ ചിത്രത്തിൽ കണ്ടില്ലേ വരിയായിട്ട് ആൾക്കാർ ഇരിക്കുന്നത്. നമ്മളെന്താ വിചാരിച്ചത്, ഊണഴിക്കാനിരിക്കേ കസേരയിട്ട് ഇങ്ങനെ വരിയായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലേ, അതൊക്കെ സഭാവാസികൾ എന്നാ പറയുക. ഈ സഭാവാസികളിൽ ആരൊക്കെ ഉണ്ടാവും എന്നറിയോ, ഓരോരോ ജനപദത്തിൻ്റെയും പ്രതിനിധികളുണ്ടാവും. ജനപദം ഇപ്പം നമ്മൾ സംസ്ഥാനം, കേന്ദ്ര ഗവൺമെൻറ് എന്നൊക്കെ പറയില്ലേ. കേന്ദ്ര അധികാരത്തിൻ്റെ പരിധിയിലിരിക്കണേ അധികാര വികേന്ദ്രീകൃത സമ്പ്രദായങ്ങളെ എന്ത് പറയുക, സംസ്ഥാന ഭരണം. ആ സംസ്ഥാനത്തിൻ്റെ കീഴിൽ തന്നെ പിന്നെ എന്തുണ്ടാവും, വീണ്ടും ജില്ലാ ഭരണകൂടം ഉണ്ടാവും. അതിൻ്റെ കീഴിൽ എന്തുണ്ടാവും, പഞ്ചായത്ത് ഒക്കെ ഉണ്ടാവും. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്, അത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോണ മെമ്പർമാരൊക്കെ കൂടെ കൂടിയിട്ട് അവർ ഭരിക്കും. അപ്പം നമ്മൾ പരിഭവോ പരാഭവോ സന്തോഷമോ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ആരുടെ അടുത്ത് പോയിട്ട് പറയും, മെമ്പർ നാരായണൻകുട്ടിയുടെ അടുത്ത് പോയിട്ട് പറയും. അങ്ങനെയല്ലേ പറയുക, അദ്ദേഹത്തെ അവിടെ ചെന്ന് പറയും. അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം നമുക്ക് വല്ല വിഷമമുണ്ടെങ്കിൽ ആരോട് പറഞ്ഞാൽ മതി, നമ്മുടെ മെമ്പറോട് പറയും. അദ്ദേഹം നമ്മുടെ കുടുംബത്ത് വരും, നമ്മുടെ നാട്ടിലുള്ള ആളാവും, നമ്മുടെ ഒപ്പം നടക്കണ ആളാവും. അപ്പോൾ പറയാൻ എളുപ്പമുണ്ട്, അറിയാൻ എളുപ്പമുണ്ട്, കാര്യങ്ങൾ നടത്താനും എളുപ്പമുണ്ട്. ഇങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണം എന്നാണ് പറയുക. അല്ലാണ്ട് ഒരാൾ അവിടെ ഇരുന്ന് ഭരിച്ചപടയ്ക്കുന്നത് എത്തിയെന്ന് വരില്ല. ഇപ്പം നമുക്കൊന്നും വേണ്ട മാതിരി ഇപ്പോൾ ഒരു കാര്യം നടത്തണമെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് കാര്യം എന്ന് വെച്ചാൽ എളുപ്പമല്ലല്ലോ, എളുപ്പമാണോ, അത് പറ്റില്ല. അല്ല ഒരു കാര്യം നടത്തണം തിരുവനന്തപുരത്ത് വരെ പോകണമെന്ന് വെച്ചാൽ അതും അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ജില്ലാ സ്ഥാനത്ത് പോകണമെന്ന് വെച്ചാൽ അതും എളുപ്പം. അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്നും അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് അങ്ങനെയൊക്കെ കാര്യം. അപ്പം അത് പണ്ടും ഉണ്ടേ. അപ്പം അതിന് പണ്ട് ജാനപദന്മാരെന്ന് അതിന് പറയുക. എന്താ പേര്, ജാനപദന്മാരെ. ജനപദത്തിൽ നിന്ന് വന്ന പ്രതിനിധികൾ. അപ്പോൾ ഇവരൊക്കെ സഭാവാസികളായിട്ടുണ്ടാവുകയും. അപ്പം ഈ സഭാവാസികളെല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് രാജാവ് ഉവാച, നല്ലോണം അനുസരിച്ച്, ഉവാച രസയുക്തേന സ്വരേണ നൃപതിർനൃപാൻ. ഈ രാജാക്കന്മാർ, സാമന്തന്മാരായ രാജാക്കന്മാരെല്ലാവരും കൂടി സഭയിൽ വെച്ചിട്ട് രാജാവ് നല്ല ഉറക്കെ പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞതെന്നറിയൂ, രാജാവിൻ്റെ സ്വരം നല്ല ജീമൂത ഇവനാഥയെന്ന്. ജീമൂതം ചെന്താ ഇടിവെട്ടണ മാതിരി. എന്തെൻ്റെ മാതിരി, ഇടിവെട്ടണ മാതിരി നല്ല മുഴക്കത്തിൽ, അല്ലാതെ ഈ പിന്നെ ശക്തിയില്ലാത്ത മട്ടിലല്ല പറഞ്ഞു. നല്ല ഉറക്കെ നല്ല സ്ഫുടമായിട്ട് രാജാവ് നല്ല ശക്തിയിൽ ഈ സഭാവാസികളോട് പറഞ്ഞു. അതെ, എന്താന്ന് വെച്ചിട്ടുണ്ടോ, ഇതം ശരീരം ഇതം ശരീരം കൃഷ്ണസ്യ ലോകസ്യ ചരതാഹിതം പാണ്ഡുരസ്യ ആദപത്രസ്യ ഛായയാ ജരിതം മയാ. എല്ലാം മനസ്സിലായോ ഇല്ലല്ലേ? ഈ ശരീരം, എൻ്റെ ഈ ശരീരല്ലേ പറയുകച്ചാൽ നോക്കൂ, ഈ ഭൂമി കൃഷ്ണസ്യ ലോകസ്യ, ഈ സമ്പൂർണ്ണ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉത്സാഹിച്ച് ചരതാം നടക്കുക കാരണത്താലും പാണ്ഡുരസ്യ ആതപത്രസ്യ, പാണ്ഡുരം വെളുത്തത്, ആതപത്രം കൊട. ഈ രാജാക്കന്മാർ ഇങ്ങനെ പോണൂന്ന് അറിയിക്കാൻ രാജാക്കന്മാരുടെ തലയുടെ മുകളിൽ കൊട പിടിക്കും. ആ കൊടയുടെ പേരാണ് എന്താണെന്ന് അറിയും, വെളുത്ത കൊടയാണ്. വെളുത്ത കൊട ആയതുകൊണ്ട് മലയാളികൾ നമ്മൾ എന്ത് പറയും, വെൺകൊറ്റക്കൊട എന്ന് പറയും. നമ്മൾ പിടിക്കുന്ന കൊട കരിങ്കൊറ്റക്കൊടയാണ്. കൊറ്റനില്ല, കൊറ്റൻച രാജാവ് എന്നർത്ഥം. നമ്മൾ കറുത്ത കൊടയില്ലേ പിടിക്കുക. രാജാക്കന്മാർ പോകുമ്പോൾ പിടിക്കുന്ന കൊട വെളുത്ത കൊടയാണ്. രാജാവിൻ്റെ രാജാധികാര ഛത്രം, ചാമരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഛത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടയാണ്. ചിലപ്പോൾ അവർ രാത്രിയും നിലാവുള്ള സമയത്തൊക്കെ കൊട പിടിക്കും. എന്തിന്, അർദ്ധരാത്രിക്ക് പിടിക്കില്ലേ ആരെങ്കിലും ആവട്ടെ. രാജാവിന് ഏത് പാതിരയ്ക്ക് പോവുകയാണെങ്കിലും രാജ്യാധികാരത്തിൻ്റെ ഒരു അടയാളമാണ് ഈ കോട്ടയും തഴയും ചാമരം പെൺചാമരം ഒക്കെ. നമ്മൾ ഇറങ്ങി പോകുമ്പോഴോ അല്ല നായ ഓരിയിടുന്നുണ്ടാവും അവിടുന്ന് പറഞ്ഞെങ്കിൽ, അല്ലാതെ എന്തുണ്ടാവും, കോട്ടയും തഴയൊക്കെ ഉണ്ടാവുമോ?
സാധാരണക്കാരുടെ മാതിരിയല്ല. രാജാവിൻ്റെ അധികാരത്തിൻ്റെ പ്രതീകം കൂടിയാണ് എന്ത്? അത് വെയിലിൻ്റെയും മഴയുടെയും കാര്യമല്ല എന്നാ പറഞ്ഞത്. രാജാവാണ് പോണത് എന്നറിയും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ മന്ത്രിമാരാവില്ലെങ്കിൽ വല്ലവരൊക്കെ അങ്ങാടി കൂടി പോണത് കണ്ടിട്ടില്ലേ? ആ വണ്ടിയിൽ എങ്ങനെയാണ് പോവുക? എങ്ങനെയാണ് പോണത്? ആർക്കും അറിയില്ല എങ്ങനെയാണ് പോവുകയെന്ന്. പോവെന്ന് ആജാതി വല്ലതും റോഡുമ്പിൽ ഇറങ്ങിയാൽ നമ്മൾ പിന്നെ റോഡുമ്പേക്ക് ഇറങ്ങരുത് കുറച്ച് നേരത്തേക്ക്. എന്താ കാരണം? ഒറ്റ പോക്ക വണ്ടിയാ പോയത്. നമ്മൾ നിരീക്ഷിച്ചു. എന്താ പോയത്? വേറെ വല്ലേ വെടിയുണ്ടെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ലേശം കിട്ട് നിൽക്കാൻ മറന്നു. അതിൻ്റെ ഇടയ്ക്ക് മുണ്ട് കൊളത്തി പറിച്ചപ്പോൾ കൊണ്ടുപോയി. എന്തല്ലേ ചെയ്യുന്നത്? നമ്മളിങ്ങനെ ചിന്തിച്ചു, ഇവനിപ്പോൾ എത്ര ധൃതിയിൽ പോയിട്ട് അവിടെ എന്താണാവോ ചെയ്യാനുള്ളത്? ഭാര്യ വീട്ടിലേക്ക് പോവുമോ? എന്നാലും പോണ പോക്ക് കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഇവിടുന്ന് നമ്മൾ ഉന്തിത്തള്ളി വിട്ട സാധനങ്ങളായി പോണത്. അവിടെ എത്തിയാൽ പിന്നെ ഇവർക്ക് ഒട്ടും നേരമില്ല, നമ്മളെ കണ്ടാൽ പിടിക്കില്ല. ഒരു ഉണ്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്മാരുടെ മാതിരി മനുഷ്യന്മാരുടെ ഇടയിൽ കൂടിയൊക്കെ ഇവർ നടക്കണേ വെച്ചാൽ നമുക്ക് എന്തൊരു സ്നേഹവും ബഹുമാനം ഉണ്ടാവും ഇവരോട്, ഇല്ലേ? എന്തിനാ ഒരു ജാതി മട്ടിൽ ഒരു 90 ജാതി ജീപ്പിലും വണ്ടിയിലും പോലീസുകാരും എന്തിനാ ഈ സാധനത്തിനെ കൊണ്ട്? എന്ത് കാര്യമുണ്ട്? ആരെയും വെടി വയ്ക്കത്ര വെറുതെ ആരെങ്കിലും ഒരു ആരെ വെറുതെ കളയുക? അതും വിലയുള്ളതാവില്ലേ? ശരിയല്ലേ? എന്നാലും വിചാരം എന്തോ വലിയ ഒരു കഥയിൽ 5 കൊല്ലം കഴിഞ്ഞാൽ തിന്നിറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് ആരെ വില വയ്ക്കാനാണ്? പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? നമ്മൾ എവിടെ ഏത് സ്ഥാനത്തേക്ക് എത്തുമ്പോഴും നിലവിട്ട് പെരുമാറിയാൽ ഒരു ബഹുമാനം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഒരു നിലവിട്ട് അത് വിനയും ലാളിത്യമാണ് എപ്പോഴും ഒരു നന്മയുടെ ലക്ഷണേ. അപ്പോൾ അവിടെ നോക്കൂ, ഈ രാജാവ് എന്താ ചെയ്തു വെച്ചാൽ ഈ മന്ത്രിമാർ ഈ സാമന്ത രാജാക്കന്മാരൊക്കെ ഇരിക്കണ ഇടയിൽ അവരോട് പറയണേ, ഈ വെൺകൊറ്റക്കൊടയുടെ, അതായത് വെൺകൊറ്റക്കൊട പറഞ്ഞാൽ രാജ്യാധികാരത്തിൻ്റെ ആ ഒരു സ്ഥിതിയിൽ രാജ്യാധികാരിയായിട്ട് രാജാവായിട്ട് വാണിരുന്നിട്ട് എന്നുള്ളതിനൊന്ന് സാഹിത്യം കൂട്ടി പറഞ്ഞതാണ് ആര്? ഈ പാണ്ഡുരസ്യ ആതപത്രസ്യ ഛായായാം ജരിതം മയ. ഈ വെൺകറ്റക്കൊടയുടെ ചോട്ടിലിരുന്ന് ഞാൻ അങ്ങോട്ട് വെളുത്ത് നരച്ചു എന്ന്. ഉണ്ട് കോട്ടയമെന്ന് പകർന്നതാവും. ഉണ്ട് അങ്ങനെ പറഞ്ഞ എന്താർത്ഥം? രാജ്യം ഭരിച്ച് എനിക്ക് പ്രായമായി, ഇത്രയൊക്കെ പ്രായമായി. ജരിതം എന്ന് പറഞ്ഞാൽ ജരാനര വന്ന് പിടിപെട്ടു, വയസ്സായി എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ പറയണേ, പ്രാപ്യ വർഷസഹസ്രാണി ബഹൂന്നി ആയുംഷി ജീവത. എത്ര കാലമായി ഇപ്പം ഞാൻ ജീവിക്കണോ? കുറേ കാലമായില്ലേ, പ്രായം കുറയായി എനിക്ക്. അങ്ങനെ ജീവിച്ച് ജീർണസ്യാസ്യ ശരീരസ്യ വിശ്രാന്തിം അഭിരോചയേ. എനിക്കിനി ഒന്ന് വിശ്രമിക്കണം. ജീർണസ്യാസ്യ ശരീരസ്യ, ഈ ജരാനര വന്നുപെട്ട ശരീരത്തിൽ ഇനിയിപ്പോൾ വേണ്ടത് ഇത്തിരി വിശ്രമമാണ്. അതുകൊണ്ടൊന്ന് വിശ്രമിക്കണം എനിക്ക്. വെറുതെ ഇങ്ങോട്ട് വിശ്രമിക്കാനും പറ്റില്ല. ഉത്തരവാദിത്തമൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണം. രാജാവല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണേ. എന്താ വെച്ചാൽ പരിശ്രാന്തോസ്മി, ക്ഷീണിച്ചു പോയി. ദശരഥൻ ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. ആദ്യമാണ് അദ്ദേഹം ഇങ്ങനെ ഹൃദയം തുറന്ന വയ്യായും വിഷമമൊക്കെ പറയുന്നത്. പരിശ്രാന്തോസ്മി, ക്ഷീണിച്ചു. ലോകസ്യ ഗുർവീം ധർമ്മധുരം വഹൻ. രാജഭാരം ഏറ്റി ഞാനങ്ങോട്ട് ക്ഷീണിച്ചു. എൻ്റെ രാജാക്കന്മാരെ അവരോട് പറഞ്ഞു, ഈ വന്നേ സാമന്തന്മാരോട് പറഞ്ഞു. അപ്പം അതുകൊണ്ട് സോഹം വിശ്രമമിച്ഛാമി, എനിക്കിപ്പോൾ വേണ്ടത് കുറച്ച് വിശ്രമമാണ്. അതുകൊണ്ട് പുത്രം കൃത്വ പ്രജാഹിതേ, രാമനെ സ്ഥാനത്തിരുത്തിയാൽ എനിക്ക് ലേശൊരാശ്വാസം ഉണ്ടാവുകയെ. അപ്പം അതുകൊണ്ട് ലേശമൊക്കെ ഒന്ന് വിശ്രമിക്കാമല്ലോ. ഇതിപ്പോൾ എപ്പോഴും രാവിലെയും വൈകുന്നേരമൊക്കെ കൊട്ടാരത്തിലൊന്ന് കുഴമ്പ് തേക്കാനോ കുളിക്കാനോ ഒന്നും രാവിലെ ഇങ്ങോട്ട് പോരില്ലേ? എവിടേക്ക്? അതിനൊക്കെയല്ല, എന്തിന്? കൊട്ടാരത്തിൽ രാജാവ് രാവിലെ കുളിയും തേവാരും കഴിഞ്ഞാൽ നേരത്തെ വരണം കൊട്ടാരത്തേക്ക്. അമാന്തം കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഓരോ പല കാര്യങ്ങളും ഉണ്ടാവുകയെ. അപ്പോൾ നേരത്തെ ഇങ്ങോട്ട് പോരുമ്പോൾ ഒന്ന് വിസ്തരിച്ച് കുളിക്കുകയോ കുഴമ്പ് തേക്കുകയോ ഒന്ന് മരുന്ന് തേച്ച് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഗുളിക കഴിച്ച് വിശ്രമിച്ചിട്ട് പിന്നെ അടുത്തത് കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മറ്റേത് കുഴമ്പ് പുരട്ടി പിന്നെ ലേശം ആ കഷായം കലക്കി കുടിച്ചിട്ട് അങ്ങനെയൊന്നും തരാവണില്ല. ഒക്കെ ധൃതിയിൽ ചെയ്യുകൊണ്ടേ വല്ലാതെ വിഷമമുണ്ട്. അപ്പം എനിക്കൊന്ന് വിശ്രമിക്കണം ലേശം. അപ്പം അതെന്ത് വേണം? മകനെ ഒന്ന് മനസ്സിരുത്തിയിട്ട് പുത്രം കൃത്വ പ്രജാഹിതേ, മകനെ പ്രജകളുടെ നന്മയ്ക്കാക്കി നിർത്തിയതിൻ്റെ ശേഷം എനിക്ക് എന്ത് വേണം? ഒന്ന് മനസ്സിരുത്തണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അറിയിച്ചു. രാജാവ് തൻ്റെ കാര്യം പറഞ്ഞു, പ്രമേയം അങ്ങോട്ട് അവതരിപ്പിച്ചു. ഇനി അത് പാസ്സാക്കേണ്ടത് ആരാണ്?
ഈ ഇരിക്കണവരല്ലേ പാസ്സാക്കേണ്ടത്. അപ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരോടും ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം പറയൂ, എന്താ നിശ്ചയം ഞാൻ അങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് യദ്യപേഷാം മമ പ്രിയ, എൻ്റെ ഒരു അഭിപ്രായം, ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയൊക്കെയാണ്, അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ അന്യാ മധ്യസ്ഥ ചിന്താഹി വിമർദ്ദ ഭ്യധികോദയ. അപ്പം ഞാൻ എൻ്റെ ഉള്ളിലൊരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്കും ഓരോരുത്തർക്കും ചിലപ്പോൾ നല്ല വിവരമുള്ളവരാണ്. ഇപ്പം നിങ്ങളുടെ ഉള്ളിലും ജാതി നല്ല നല്ല വിവരങ്ങളൊക്കെ ഉണ്ടാവുകയെ. അപ്പം നിങ്ങളും അതും പറയുക, എല്ലാവരുടെയും അഭിപ്രായം പറയുക. അപ്പം എല്ലാം കൂടി പറയുമ്പം ഒടുക്കൊരു രൂപം ഉണ്ടാവും. അതാണ് ശരിയായ രൂപം. ചർച്ച ചെയ്യുമ്പോഴാണ് എപ്പോഴും എന്തുണ്ടാവുക, സംഗതി കേമാവുക എന്ന്. ഇതാരാ പറയണത്, ഏത് കാലത്ത് അറിയില്ലേ? പഴയ കാലത്ത് ദശരഥൻ കൊട്ടാരത്തിലെ സഭയിൽ ഇരുന്ന് പറഞ്ഞ നമ്മുടെ വിചാരം അഭിപ്രായം ഈ ജനാധിപത്യമൊക്കെ ഇന്നലെ വൈകുന്നേരം 3:45 അങ്ങനെ ഉണ്ടായി എന്നൊക്കെയല്ലേ. അതൊന്നുമല്ല, ഇവിടെ നിന്നൊക്കെയാണ് ഈ ആശയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നതേ. പിന്നെ ഇതിനും നമ്മൾ ആളുകളൊന്നും പഠിക്കായതുകൊണ്ട് ഇതൊന്നും ഒരു വിവരമില്ല, എവിടുന്നേ വന്നു എന്നറിയില്ല. ഇപ്പം നമ്മളിതൊക്കെ ഇതിലുണ്ടെന്ന് പറയുമ്പോഴേക്ക് ആളുകൾക്ക് നെറ്റി ചൂളിയും പിന്നെ 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 അങ്ങനെ പറയാൻ തുടങ്ങും. എന്താ വെച്ചാൽ അതൊന്നും ആർക്കും അറിയില്ലല്ലോ. ഇപ്പം ഇത് സംസ്കൃതത്തിലെ ശ്ലോകം ചൊല്ലി അർത്ഥം പറയാൻ കാരണം എന്താണെന്നറിയോ, ഇല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും നമ്മൾ വേറെ എന്തോ പറയണമെന്ന്. ശരിയല്ലേ? അങ്ങനെ തോന്നണ്ട വെച്ചിട്ട് അതൊക്കെ ചൊല്ലി പറയുന്നത്. അതുകൊണ്ട് യദ്യപേഷ മമ പ്രീതിഹിതം അന്യത് വിചിന്യത, ഞാനൊരു എൻ്റെ ഉള്ളിൽ തോന്നിയൊരു സമ്പ്രദായം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്കൊക്കെ തോന്നുന്നത് പറഞ്ഞോളൂ. അപ്പം അങ്ങനെ നമ്മൾ തമ്മിൽ ഇങ്ങനെ അങ്ങടും ഇങ്ങടും ചർച്ച ചെയ്യുമ്പം അതിൽ നിന്നാണ് എന്ത് ഉരുത്തിരിഞ്ഞ് വരിക. അത് നല്ലൊരു സമ്പ്രദായമാണ്. ഇപ്പം നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുന്നതും അതല്ല, ഒരു 5 or 10 ആള് നല്ല സമ്പ്രദായക്കാർ ചേർന്നിരുന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതും ഏതാ നന്നാവുക? ഇപ്പം നമ്മളെങ്ങനെ ചിന്തിച്ചാലും ചില വശങ്ങൾ ചിലപ്പോൾ നമ്മുടെ ചിന്തയിലോ ശ്രദ്ധയിലോ വരാൻ സാധ്യത ഉണ്ടാവില്ല. എങ്ങനെ ചിന്തിച്ചാലും വരില്ല. ചിലപ്പോൾ നമ്മൾ എഴുതിയ കടലാസ് തെറ്റ് തിരുത്താൻ നമ്മളെ തന്നെ തന്നാൽ എങ്ങനെയുണ്ടാവും? നമ്മൾ എഴുതിയ കടലാസ് നമ്മൾ തന്നെ തെറ്റ് തിരുത്താൻ വായിച്ചു നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ ആ തെറ്റൊന്നും കാണും. ചിലപ്പം കോഴിക്കോടിൻ്റെ കോ ഉണ്ടാവില്ല. അത് അക്ഷരം എഴുതാൻ അറിയായതുകൊണ്ടൊന്നുമല്ല, അക്ഷരം പഠിക്കായതുകൊണ്ടുമല്ല. കുറേ എഴുതി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയൊക്കെ ചിലപ്പോൾ ശ്രദ്ധാക്ഷരത്തിൽ നിന്ന് പോകുമ്പോൾ എന്ത് നേരെയാവില്ല, കയ്യക്ഷരം നേരെ എഴുതില്ല. അപ്പോൾ അങ്ങനെ ചില തെറ്റൊക്കെ വരും. അപ്പം നമ്മളത് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വേറെ ചിലരുടെ കയ്യിലേക്ക് കൊടുക്കും. അവരാണെങ്കിൽ തെറ്റ് എവിടെ ഉണ്ടെങ്കിലും അതിൽ നല്ല വിൽപ്പത്തിയുള്ള കൂട്ടരാണ്, നല്ലത് കാണൂല്ല, തെറ്റ് എവിടെ ഉണ്ടെങ്കിലും കാണുകയും ചെയ്യും. അപ്പോൾ അവരത് തെരഞ്ഞെ പിടിച്ച് പെറുക്കി എടുത്ത് കണ്ടുപിടിക്കും. എന്താ കാരണം, സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റില്ലേണ്ട സംഗതി നേരെയായില്ലേ. നമ്മുടെ കണ്ണ് കാണാണ്ടിരിക്കാൻ കാരണം എന്താണെന്നറിയോ, അതൊരു ഒഴുക്കിന് ഇങ്ങനെ പോയി. ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇപ്പം ബസ്സിൻ്റെ ബോർഡ് എങ്ങനെയാണ് വായിക്കുന്നത്, ഒന്ന് കാണുമ്പോൾ കുളക്കുത്തന്നെ അങ്ങോട്ട് കയറും. കപ്പള മനസ്സിലെ കുളക്കുത്തല്ല കൊണ്ടോട്ടിയാണെന്ന്. എന്ത് കയറി വണ്ടി രാമനാട്ടിൽ നിന്ന് തിരിഞ്ഞ് മറ്റേ വഴി പോകുമ്പോഴാണ് എന്താ ഇവിടേക്കാടോ ചോദിച്ചു, ഇത് കൊണ്ടോട്ടി. അപ്പോൾ എന്തിനെതിരെ കയറിയത്, ഞാൻ കോ കണ്ടപ്പോൾ കുളക്കുത്താന്ന് വിചാരിച്ചു എന്നും പറഞ്ഞു. അവല്ല കോ കണ്ടാലും ഇങ്ങോട്ട് കയറരുതെന്നും പറഞ്ഞു. ആര്? ബസ്സിലെ കണ്ടക്ടർ. അത് നമ്മൾ മുഴുവനൊന്നും വായിക്കില്ല. വായിക്കുമോ? വായിക്കണ്ടോ? നമ്മൾ വായിക്കാറില്ല. ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ശരിയല്ലേ? ഇത് ഏതാണ്ട് കണ്ടാൽ നമ്മളങ്ങോട്ട് അങ്ങനെ വല്ല ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടാവും. ഈ കോഴിക്കോട്ട് ചെന്നപ്പോഴാണ് എന്ത് ചെയ്തത്, കോഴിക്കോട്ടേക്കുള്ള വണ്ടി നോക്കി നിൽക്കുകയാണ്, കോ കണ്ടു. അപ്പോൾ നമ്മൾ അതിൽ കയറിയത് കൊയിലാണ്ടിക്കുള്ളതായിരുന്നു. അത് അതിലേറെ ഒക്കെ എല്ലാ കോയും ശരിയല്ലേ? അപ്പം അതൊരു അതോപോലെ തന്നെ എഴുതണം. ഇവിടെ ഇപ്പം എന്തുണ്ടായേ ചോദിച്ചാൽ, നമ്മളിപ്പം എന്തിന് പുറപ്പെട്ടാലും നമ്മൾക്ക് ചില ചിന്തകൾ, ചില വശങ്ങളൊന്നും ചിലപ്പോൾ ശ്രദ്ധയിൽ വന്നോളണമെന്നില്ല. എത്ര വലിയ ആളാണെങ്കിലും ചില വശങ്ങൾ വരില്ല. അപ്പോൾ നമുക്ക് ഈ വരാത്ത വശം മറ്റേയാൾക്ക് വരും ചെയ്യും, നമുക്ക് വന്നത് അയാൾക്ക് വരില്ല. അപ്പോൾ രണ്ടും കൂടായി. നമുക്ക് വരാത്തത് അയാൾക്ക് വരും ചെയ്തു, നമുക്ക് വന്ന് വരില്ല. അപ്പോൾ രണ്ടും കൂടി അപ്പം ഒരു ഗുണം കൂടിയായി. 10 ആളുടെ ഉള്ളിൽ ഇങ്ങനെ കൂടി വരുന്ന അഭിപ്രായങ്ങൾ വരുമ്പം പരമാവധി അതിലെന്ത് കുറയും, അന്തല്യായ കുറഞ്ഞു കിട്ടും. ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുമ്പോൾ ഉണ്ടാവണ മാതിരിയല്ല. എല്ലാവരും അവനവൻ്റെ ബുദ്ധിയും പ്രാപ്തിയും കഴിവും അറിവും വെച്ച് കാര്യങ്ങൾ അഭിപ്രായം അറിയിക്കുമ്പോൾ അതിൽ നിന്നൊരു തീരുമാനം, അതിനാണ് ഒരു മധ്യസ്ഥ തീരുമാനം എന്നാ പറയുക. അങ്ങനെയാണല്ലോ വേണ്ടത്. ആര് പറഞ്ഞു? രാജാവിൻ്റെ ഒരു ചിന്ത നോക്കൂല്ലേ, എന്താല്ലേ അന്നത്തെ കാലത്തെ ചിന്ത. നമ്മൾ പറയണ മാതിരി മുഴുവനും ഏകാധിപതിമാരൊന്നും ആയിരുന്നില്ല എന്ന്. അപ്പം ഈ സഭാവാസികൾ, ഈ കോസല രാജ്യത്തിൻ്റെ പല ജനപദങ്ങളിൽ നിന്ന് വന്ന രാജാക്കന്മാരാണ് ഈ സഭാവാസികളെ. അവരുടെ മുമ്പിലാണ് രാജാവ് ഈ അഭിപ്രായം
പറയണത്. അപ്പം അവരെല്ലാവരും കൂടിയിട്ട് രാജാവിനോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ വിചാരിക്കണതേ ഈ രാമനെ ഇങ്ങോട്ട് രാജാവാക്കാന്നാണ് വിചാരിക്കണേ എന്ന് പറഞ്ഞ് ഈ അഭിപ്രായം അറിയിച്ച സമയത്ത് സഭാവാസികളെല്ലാവരും കൂടി പറയുകയും ചെയ്തു, രാജാവ് ശരി അങ്ങ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഞങ്ങൾക്കും തോന്നുന്നുണ്ട് കുറേശ്ശെ, അനേക വരിഷ സഹസ്രോ വൃദ്ധസ്ത്വമസി പാർത്ഥിവ. ശരിയാ, കുറെ കാലം രാജ്യം ഭരിച്ചിട്ടേ അങ്ങക്ക് പ്രായമായിരിക്കണോ? ആർക്ക്? ആ വൃദ്ധസ്ത്വമസി, പ്രായമായിട്ടുണ്ട്, സംശയമില്ല, ക്ഷീണം ഉണ്ടാവുകയെ. അതുകൊണ്ട് സരാമം യുവരാജാനം അഭിഷിഞ്ചസ്വ പാർത്ഥിവ. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ, അങ്ങ് രാമനെ യുവരാജാവായിട്ട് അങ്ങോട്ട് വാഴിച്ചോളൂ. അപ്പം രാമനെ യുവരാജാവായിട്ട് വാഴിച്ചാൽ അങ്ങക്ക് വലിയ സൗകര്യം. എന്താ കാരണം? രാജാവിന് അത്യാവശ്യം ഒന്ന് മാറി ഒഴിഞ്ഞ് നിൽക്കാനൊക്കെ പറ്റും. ഒപ്പിടാൻ മാത്രം ആര് മതി? അവസാനം അടിയിലൊരു ഒപ്പ്, രാജാവിൻ്റെ ഒപ്പിനല്ലേ രാജാവ് വരണ്ടോ? കാര്യങ്ങളൊക്കെ ആര് നടത്തും? എല്ലാ നയപരമായ കാര്യങ്ങളൊക്കെ ആര് നടത്തിക്കോളും? യുവരാജാവ് നടത്തിക്കോളും. പിന്നെ അതിനൊരു ഉറപ്പ് വരാനായിട്ടൊരു രേഖ ഉറക്കാനായിട്ട് എന്ത് ചെയ്യണം? അടിയിലൊരു ഒപ്പല്ലേ വേണ്ടു രാജാവിൻ്റെ. അതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? അതിലൊന്നും വിഷമമില്ല. എല്ലാം കൂടി കേട്ടോ ഒന്നിച്ച് കൊണ്ടുവന്ന വരിയായിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയല്ലേ ബില്ലുകളൊക്കെ ഒപ്പിടുന്നത് കണ്ടിട്ടില്ലേ? വലിയ വലിയ സ്ഥാനത്തിരിക്കണവരെ അത്രയല്ലേ വേണ്ടു. ആയിക്കോട്ടെ, അതുകൊണ്ട് രാമനെ തന്നെ യുവരാജാവായിട്ട് അങ്ങ് വാഴിക്കുക, അതാ നല്ലത്. ഇച്ഛാമോഹി മഹാബാഹും രഘുവീരം, അല്ലെ? രഘുവീരനായ രാമനെ രാജാവായിട്ട് കാണണം, ഞങ്ങൾ അങ്ങോട്ട് നല്ലോണം മോഹിക്കുകയാണേ. ആര് പറഞ്ഞു? ഈ വന്ന രാജാക്കന്മാരൊക്കെ പറഞ്ഞു. ഇത് ഇവരിങ്ങനെ പറഞ്ഞപ്പം രാജാവ് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ? നോക്കണേ, മിടുക്കന രാജാവ്. ആര്? ദശരഥൻ അങ്ങനത്തെ ഒരു അന്തല്ലാത്ത ആളൊന്നുമല്ല, അദ്ദേഹം നാമെടുക്കനാണ്. അദ്ദേഹം ഈ രാജാക്കന്മാരെന്താ പറഞ്ഞത്? ശരി തന്നെയാ, രാമനെ രാജാവാക്കണം. ഞങ്ങൾക്കും ഉണ്ട് മോഹൻ രാമൻ രാജാവായിട്ട് കാണാനേ. കലശലായ മോഹണ്ട ഈ വന്നിരിക്കണേ സഭാവാസികൾ ഇങ്ങനെ പറഞ്ഞപ്പം ഇപ്പം രാജാവ് അവിടുന്ന് എണീറ്റിട്ട് ചോദിച്ചു, അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്? ചോദിച്ചോളൂ. ഇത്രയും കാലം ഞാൻ നിങ്ങളെ നന്നായിട്ടല്ലേ ഭരിച്ചത്? ഇപ്പം നിങ്ങൾക്ക് എന്താ രാമൻ അങ്ങോട്ട് രാജാവണം എന്നൊരു തോന്നൽ എന്നെ തോന്നാണ്ടേ? അതാര് പ്രതീക്ഷിച്ചിട്ടില്ല? ഈ സഭാവാസികൾ പ്രതീക്ഷിച്ചില്ല. എന്താ ചോദിച്ചത്? അല്ല ഇത്രയും കാലം ഞാൻ നിങ്ങളെ നല്ലോണല്ലേ ഭരിച്ചത്, അല്ലാതെ പോരായ വല്ലതും ഉണ്ടായോ? ഇപ്പം നിങ്ങൾക്ക് ഞാൻ വേണ്ട, രാമൻ മതി എന്നങ്ങോട്ട് തോന്നാൻ അത് വലിയ. അപ്പം ഈ രാജാക്കന്മാർക്ക് തോന്നി, രാജാവ് എന്താ ഗുളിക രാവിലത്തെ തോന്നില്ലേ? രാജാവ് തന്നെയല്ലേ ഇക്കാര്യം പറഞ്ഞു കൊണ്ടുവന്നത്. ഇപ്പം രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ രാജാവിനോട് എന്ത് പറഞ്ഞു? രാമൻ തന്നെ രാജാവട്ടെ എന്ന് ഇവർ പറഞ്ഞപ്പോൾ തിരിച്ചു രാജാവ് എന്ത് ചെയ്യണു? അപ്പോൾ പ്രജകളെ മുമ്പിൽ നിൽക്കണ ഈ രാജാക്കന്മാർ പറഞ്ഞു, അയ്യോ മഹാരാജാവേ, അങ്ങനെയൊന്നും പറയരുത്. അങ്ങ് എന്താ നിശ്ചണ്ടോ? അങ്ങയുടെ ഭരണം മോശമായതുകൊണ്ടല്ല ഞങ്ങൾ രാമൻ രാജാവണമെന്ന് പറഞ്ഞത്. എന്താ വെച്ചാൽ ബഹവോ നൃപ കല്യാണ ഗുണ പുത്രസ്യ സന്ധിതേ. അങ്ങയുടെ മകനുള്ള മാതിരി മഹിമയുള്ള ഗുണങ്ങൾ ആർക്കുണ്ട്? അപ്പം അത്രയൊക്കെ മഹിമയുള്ള ആ ഉണ്ണി രാജാവായിട്ട് വാഴണത് കാണാനുള്ളൊരു മോഹം കൊണ്ട് പറഞ്ഞതാട്ടോ രാജാവ്. വല്ലാത്തൊരു സന്തോഷം, ഉള്ളിലുള്ള സന്തോഷം അറിയാണ്ട് ഇങ്ങോട്ട് പറഞ്ഞതാണെന്നും പറഞ്ഞു. അപ്പോൾ ദശരഥന് മനസ്സിലായി, അപ്പം ആളുകൾ എന്നെ പുകഴ്ത്താൻ പറയണതല്ല, എല്ലാവർക്കും ഉള്ളിലെന്ത് മോഹമുണ്ട്. പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ രാജാക്കന്മാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടോ, ഈ രാജാക്കന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നാൽ ഗുണമാവുമല്ലോ. അപ്പം അതുകൊണ്ട് രാജാവ് എന്ത് പറഞ്ഞാലും രാജാവിൻ്റെ ഒപ്പത്തിനൊപ്പം രാജാവ് പറയാം. രാത്രി 12:15 ഉവ്വ് ശരിയാ മഹാരാജാവേ. ആര് പറയും? ആ നമ്മൾ ഈ ഏറാമൂലികൾ എന്ന് പറയില്ലേ, 12:15 ഇപ്പം രാത്രി അടിയൻ റൺ സംശയമില്ല, അങ്ങനെ തന്നെയെന്ന് ആലോചിച്ച് നോക്കൂ. അത് വെറുതെ പറയുന്നല്ലോ. പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഇങ്ങനെ, തിരുവിതാംകൂറിലെ മഹാരാജാവ് ഇരിക്കണ സമയത്ത് പാൽപ്പായസം കഴിക്കുക, എല്ലാവരും കൂടി നല്ല പാൽപ്പായസം കഴിക്കണേ. നമ്പ്യാരും ഉണ്ട്. ഏത് നമ്പ്യാർ? കുഞ്ഞ നമ്പ്യാരും ഉണ്ട്. അപ്പം നമ്പ്യാരും ഉണ്ട് കസേരമ്പിലിരിക്കണം. എല്ലാവരും ഇങ്ങനെ കിണ്ണത്തിൽ പായസം ഇങ്ങനെ കഴിക്കുക. അപ്പം രാജാവ് എന്ത് ചെയ്തു? പെട്ടെന്ന് പായസം കഴിക്കൽ നിർത്തിയിട്ട് പറഞ്ഞു, പായസത്തിലെ കയ്പ്പ് ഉണ്ടല്ലേ ചോദിച്ചു. ആരോട്? എല്ലാവരോടും. അപ്പോഴേക്കും എല്ലാവരും കഴിക്കൽ നിർത്തിയിട്ട് എന്ത് ചെയ്തു? ഉവ്വ തിരുമനസ്സേ, ഉവ്വ കയ്പ്പുണ്ടാ പറഞ്ഞ് എല്ലാവരും നിർത്തി. നമ്പ്യാരെപ്പോഴും പറഞ്ഞ് ഇങ്ങനെ ചെലുത്തുക നല്ലോണം. അപ്പം രാജാവ് ചോദിച്ചു, നമ്പ്യാർക്ക് കയ്പില്ലേ ചോദിച്ചു. നമ്പ്യാർ പറഞ്ഞു, കയ്പുണ്ട് തിരുമനസ്സേ, എന്നാൽ അടിയന് ഈ കയ്പ് വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞത്. അദ്ദേഹം പിന്നെയും ചട്ടം കൊണ്ട് കോരി വിളമ്പി കഴിക്കാം. കണ്ടോ അതിൻ്റെ അർത്ഥം? എന്താ പറഞ്ഞ അതിൻ്റെ അർത്ഥം? ഇപ്പം പായസത്തിന് കയ്പൊന്നും ഇല്ല. ഇപ്പം രാജാവ് കയ്പുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് കഴിക്കാണ്ട് പോയാൽ വിഷമാവും. നാളെയും കസേരയിൽ ഇവിടെ ഇരിക്കണമല്ലോ. എവിടെ? ഇപ്പം രാജാവിൻ്റെ കയ്പും പുളിയൊക്കെ ആർക്കും വേണ്ടി വരും എന്നുവെച്ചാൽ അർത്ഥം രാജാവിൻ്റെ ഒപ്പത്തിനൊപ്പം രാജാവ് എന്ത് ചെയ്താലും അതിന് വിട്ടിത്താണെങ്കിലും നല്ലതാണെങ്കിലും മൂളി നിൽക്കണവർക്ക് അങ്ങനെയല്ലേ പതിവ്? ശരിയല്ലേ ഇത്? അപ്പം ഇപ്പം ഈ ദശരഥ മഹാരാജാവിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് രാമൻ രാജാവാവണമെന്ന്. അതിപ്പോൾ ഇവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്ന് ഉറപ്പൊന്നും
ഇല്ല. അതുണ്ടോ ഇല്ലേ എന്ന് ഇവരുടെ ഉള്ളിലിരിപ്പ് അറിയാനാണ് രാജാവ് ചോദിച്ചത്, കയ്യിലിരിപ്പ് അറിയാനല്ല. ഉള്ളിലിരിപ്പ് ചെന്നർത്ഥം ഹൃദയത്തിൽ എന്താ വിചാരം എന്ന് അറിയേണ്ടത്, അല്ലാതെ രാജാവിനെ കാണുമ്പം കാണിക്കുന്ന അഭിനയം അറിയാനല്ല ചോദിച്ചത്. അതാണ് രാജാവ് പറഞ്ഞത്, എനിക്ക് വയസ്സായി, രാമനെ രാജാവായി കണ്ട് മരിച്ചാൽ മതി എന്നൊക്കെ ഒരു മോഹമുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്, ഓ ഞങ്ങൾക്ക് അങ്ങനത്തെ. അപ്പൊ രാജാവിൻ്റെ അഭിപ്രായത്തിന് വിപരീതാഭിപ്രായം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ ഇവരെന്ന് ആര് വിചാരിച്ചു? പൊതുവെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുക എന്താ? അപ്പം നമ്മൾ ഒരുത്തനോട് ചോദിച്ചു, എന്താണോ തൻ്റെ അഭിപ്രായം ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ അത് ഇങ്ങനെയാണ് വേണ്ടതെന്നാണ്, അങ്ങനെയാണെന്നല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു, തൻ്റെ അഭിപ്രായം പറയാനല്ല പറഞ്ഞു, എൻ്റെ അഭിപ്രായം പറയാനാണ് പറഞ്ഞതെന്നും പറഞ്ഞു. നമ്മളെപ്പോഴും മറ്റൊരാളോട് നമ്മളൊരു കാര്യം പറഞ്ഞ് അഭിപ്രായം ചോദിക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്